എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ പതിവ് പോലെ 3 ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ കഴിഞ്ഞ് 4ാമത്തെ ദിവസം നമ്മൾ കയറിയിട്ടുണ്ട്. 3 ദിവസം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. സോ 4ാമത്തെ ദിവസം പതിവ് പോലെ നിങ്ങൾ ഇതുവരെയും എഴുതാത്ത 10 ബ്ലെസ്സിങ്സ് നിങ്ങൾ കൗണ്ട് ചെയ്ത് എഴുതുക. ആൻഡ് ഇന്ന് നമ്മൾ പ്രത്യേകിച്ചും ചെയ്യാൻ പോകുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണല്ലേ നമുക്ക് മണി. സോ പലരും പരിതപിക്കുന്ന കാര്യമാണ്, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല, പണമില്ല, എനിക്ക് മാത്രമേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പണത്തിൻ്റെ ഒരു ബ്ലോക്ക് വരുന്നത്, എല്ലാ കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലെസ്സിങ്സ് എഴുതാൻ പോകുന്നത് നമ്മൾ ഇന്ന് വരെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനിച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചതും പണം കൊണ്ട്, നമ്മളിപ്പം താമസിക്കുന്നത്, ഈ വീട്ടിലെ ഉപകരണങ്ങൾ, ഗാഡ്ജറ്റ്സ് ആയിട്ടും, നമ്മളുടെ കയ്യിൽ നമ്മൾ ധരിച്ചേക്കുന്ന വസ്ത്രമാണെങ്കിൽ ഇതെല്ലാം പണമാണല്ലേ. നമ്മളപ്പം പണം ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്ന ഈ ചെരുപ്പ്, ഇതെല്ലാം പണം തന്നെയാണ്. സോ നമ്മൾ ഇന്ന് വരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പണം കൊണ്ട് നമ്മൾ നേടിയിട്ടുള്ള എല്ലാ പണത്തിനും, ഈച്ച് ആൻഡ് എവറി പെന്നി, ഇതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ, താങ്ക് യു പറഞ്ഞ് എഴുതാൻ പോവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ 10 കാര്യങ്ങളാണ് ഇന്ന് എഴുതാനുള്ളത്. ആ 10 കാര്യങ്ങൾക്ക് നിങ്ങൾ പണം കൊണ്ടുള്ള 10 കാര്യങ്ങൾക്ക് നന്ദി എഴുതുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പണത്തിന് ഡിസ്റെസ്പെക്റ്റ് ചെയ്യലുണ്ട്, പൈസ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുക. പിന്നെ പണം ചിലവാക്കുമ്പോൾ, പൈസ കൊടുക്കുമ്പം ഐ എം എ മണി മാഗ്നറ്റ്, ഇത് 100 ഇരട്ടിയായിട്ട് എന്നിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ബ്ലെസ് ചെയ്ത് അവരെന്തുകൊണ്ടാണോ പണത്തിന് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അവരുടെ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്ന് തിരിച്ച് എന്നിലേക്ക് 10 times ഫാസ്റ്ററായിട്ട് എന്നിലേക്ക് എത്തട്ടെ, ഐ എം എ മണി മാഗ്നറ്റ്, ഇങ്ങനെയുള്ള മണി അഫർമേഷൻസ് ഒക്കെ പറഞ്ഞ് പൈസ ബ്ലെസ് ചെയ്ത് കൊടുക്കാം. പൈസ ബ്ലെസ് ചെയ്ത് കൊടുക്കുമ്പം അത് 10 ഇരട്ടിയായിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് തിരിച്ചു വരും. സോ ഇങ്ങനെ നമ്മൾ പണത്തിന് വേണ്ടിയിട്ടുള്ള 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ, നമ്മൾ പണത്തിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, മണി ഈസ് ഓൾസോ എനർജി, നമ്മൾ അതിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്താൽ തിരിച്ച് അവിടെ നിന്നും പറയില്ലേ, പണം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണെന്നുള്ളത്. അത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്കതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയണം. ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കിട്ടൽ ഒരു തടസ്സമായിരിക്കും. സോ അതിന് സോറി പറഞ്ഞ് അതിന് ഗ്രേറ്റ്ഫുൾ ആകുന്ന രീതിക്ക് നമ്മൾ ജേർണലിങ് ചെയ്യും. സോ ഇന്ന് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഇതാണ്. പിന്നെ രാത്രി പതിവ് പോലെ മാജിക്കൽ റോക്ക്, അതിനടുത്ത് നമ്മൾ ഇന്ന് നടന്നിട്ടുള്ള എല്ലാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. സോ ഇതാണ് ഡേ 4 ആൻഡ് വി വിൽ ഡേ 5 നമ്മൾക്ക് മൂവ് ചെയ്യാം. സോ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ഈ പ്രോസസ്സിലൂടെ പോവുക ആൻഡ് ഫീൽ ദ ഡിഫറൻസ്. നിങ്ങളൊരു 3-4 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിൽ നിങ്ങൾക്ക് വീഴാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിങ്ങൾ കാണുന്നതൊക്കെയും പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻറ്റോടെയോ, ഒരു കുഞ്ഞിനെ ഒരു ബോൾ കണ്ടാലോ, ഒരു ശലഭം കണ്ടാലോ, തീ കണ്ടാലോ, അതിനൊക്കെയും അത് പഠിക്കുകയാണ്, എക്സൈറ്റഡ് ആണ് ഇതെല്ലാം കാണുമ്പോൾ. സോ അതുപോലെ നിങ്ങളും അതുപോലെ ആയി മാറും. ഓക്കെ. സോ അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വി ആർ ബീയിങ് ഗ്രേറ്റ്ഫുൾ ആൻഡ് വി ആർ റൈറ്റിംഗ് ദാറ്റ്. നമ്മളത് എഴുതണം. എഴുതി നിങ്ങളത് ഫീൽ ചെയ്ത് നിങ്ങളത് എഴുതുമ്പോൾ ലിറ്ററലി ദിസ് ഓൾ തിങ്സ്, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. ഒരു ചെറിയൊരു ഹാക്കും കൂടെ പറഞ്ഞുതരാം. വെനെവർ യു ഓപ്പൺ ദ ഡോർ, നിങ്ങൾ എപ്പോഴൊക്കെ ഒരു ദിവസം പല പ്രാവശ്യം നമ്മൾ കഥ തുറക്കും. ഈ കഥ തുറക്കുമ്പോഴൊക്കെ നിങ്ങൾ ഫീൽ ചെയ്ത് പറയാം, ഐ ആം എൻറ്ററിങ് ഇൻ ടു ന്യൂ ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ ഒരു പുതിയ കരിയറിലോട്ട് ഞാൻ വാതിൽ തുറന്നു. സോ വാതിൽ തുറക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫ്രഷ് എയറിനെ ബ്രീത്ത് ഇൻ ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളത് അഫോം ചെയ്യുക. സോ ഇതൊക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പണത്തിനൊരു തടസ്സം വരുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഡോർ തുറക്കുമ്പോൾ എന്നിലേക്ക് 10,000 രൂപ ഇന്ന് എന്നിലേക്ക് കിട്ടിയതിന് നന്ദി. അങ്ങനെ എന്താണോ നിങ്ങളുടെ ആ ഒരു എക്സാക്ട് ഫിഗർ നിങ്ങളത് ആ ടൈമിലൊക്കെ നിങ്ങൾക്കത് അഫോം ചെയ്യാം. സോ ഇതൊരു നല്ലൊരു ഹാക്കാണ്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഡോർ ഓപ്പൺ ചെയ്യുന്നതും ആ പ്രകാശം വരുമ്പോഴും ആ ഒരു ഫീലിംഗ് നാച്ചുറലി സംഭവിക്കും. ആ സമയത്ത് നിങ്ങളുടെ ആ ഒരു അഫർമേഷൻ പറയാൻ പറ്റും. സോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച്.